ఫుడ్ తిన్న కార్యത്തിൽ నన్ను సుభానല്ല చొల్లు ഹോട്ടലിൽ തിരിപ്പിക്കലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാൾ ഡ്രൈവർ ആയേ പറ്റുള്ളൂ. നമ്മളെ വീട്ടിലത്തെ ആണുങ്ങൾ ദുബായിൽ നിന്നൊക്കെ പൈസത്തിന് മരത്തിനെ ഇങ്ങനെ ചിക്കിട്ട് കൊണ്ടുവരില്ലേ ക്യാഷ്, അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇടുന്ന വിചാരം അവരൊക്കെ. ഡേ ടു 365 ഡേയ്സ് വീട് ചെയ്യാനുള്ള ഉദ്ദേശം ഇത് മാത്രമാണ്. കാരണം നമ്മൾക്ക് എത്ര ആൾ ഒരു പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് പട്ടിക്കാൻ വരും, വഞ്ചിക്കാൻ വരും, വിശ്വാസ വഞ്ചന ചെയ്യും. ഇതൊരുപാട് നടക്കുന്ന കാരണം. മോർണിംഗ്. അപ്പം ഇന്ന് വ്ളോഗിൻ്റെ ന്യൂ ഇയറിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്നലല്ല ഫസ്റ്റ് ഡിസംബർ 31 ഞാൻ കുറച്ച് വീട്ടിലേക്ക് ഫിഷ് വാങ്ങിയിരുന്നു. സോ ഫിഷ് വാങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർ QR കോഡ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷിൻ്റെ ആ ഒരു QR കോഡിൻ്റെ നെയിമും എൻ്റെ സിസ്റ്ററിൻ്റെ നെയിമും ഒരേപോലെയാണ്. അപ്പോൾ ഞാൻ എന്താക്കി ഇന്നലെ ജാനുവരി 1 എൻ്റെ ഏട്ടത്തേക്ക് ഞാനൊരു അങ്ങനെ എൻ്റെ ഏട്ടത്തേക്ക് ഞാൻ കുറച്ച് അങ്ങോട്ട് EMIൻ്റെ എമൗണ്ട് അയക്കാനായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി അവിടെ പൈസ അയക്കാൻ വേണ്ടി അവർ QR കോഡ് തെറ്റിട്ട് അയച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇത് ആറ് QR കോഡായിരിക്കും, സെയിം എൻ്റെ ഏട്ടത്തിൻ്റെ പേര് തന്നെ ആയിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഡിസംബർ 31. ആ എനിക്ക് ഫിഷ് വാങ്ങി ഓർമ്മ ഒന്നുമില്ല. അപ്പോൾ അവർ QR കോഡിലാണ് ഈ എമൗണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ നോക്ക് ആൾക്കാർ തരോ ഇല്ലെന്ന് അറിയില്ല. എൻ്റെ സ്ക്രീൻഷോട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വെറുതെ പൈസ കിട്ടില്ലല്ലോ. നമ്മൾ മീൻ വാങ്ങണമെങ്കിലും അവർ പൈസ കൊടുത്തിട്ടുണ്ടല്ലേ മീനൊക്കെ വാങ്ങുന്നത്. അതേപോലെ അറിയില്ല ആൾക്കാർ എങ്ങനെയാണെന്ന് പറയുക. ഞാൻ 3-4 ഷോപ്പ് പോയി വിസിറ്റ് ചെയ്ത ഷോപ്പിൽ, പക്ഷെ അവരാരും ഇവിടെ വന്നിട്ടില്ല, ഇത് നമ്മൾ QR കോഡല്ല എന്ന് പറഞ്ഞാൽ. ഇന്നലെ രാത്രിയാണ് ഓർമ്മ വന്നത്, ഫിഷ് വാങ്ങിയിട്ടുണ്ടല്ലോ, ആ ഫിഷ് വാങ്ങിയ ഒരു QR കോഡാണല്ലോ ഇതെന്നുള്ളത്. സോ അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോവാണ്. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പം ഞാൻ രാവിലെ 8-9 ആയി. സോ രാവിലെ തന്നെ പോകാൻ നിൽക്കാം. വണ്ടിയിൽ പെട്രോൾ ഉണ്ടോയെന്ന് അറിയില്ല, പെട്രോളൊന്ന് ഒഴിക്കണം. പരിപാടി ഇതാണ് കേട്ടോ. എന്തൊക്കെ ഞാൻ വണ്ടിയിൽ വിട്ടിട്ടുണ്ടോ. മരം രസമാണ് കേട്ടോ. സത്യം എപ്പോഴും ഉണ്ടല്ലോ കീയാണ് തപ്പുന്നത്. അങ്ങനെ ഒരു സ്ഥലം വരെ ഉണ്ടായിട്ടും എനിക്ക് മറവ് ശക്തിയാണ്. എപ്പോൾ ഞാൻ മറക്കും. ഓക്കെ, ഇവിടെ ഇല്ല. നോക്കട്ടെ വണ്ടിയിലുണ്ടോയെന്ന്. എൻ്റെ എപ്പോഴും പ്രശ്നമാണ് ഞാൻ ഡിക്കിന്ന് നിർത്തി എടുക്കുമ്പോൾ ഡിക്കിൽ തന്നെ വിട്ടു വരുന്നത്. തോടുണ്ടോ നോക്കുക. ഇല്ല, വീട്ടിൽ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും. എന്നാല് പിന്നെ അതിനോട് മറന്നെന്ന് വെച്ചാൽ മൊബൈൽ, അത് അത്യാവശ്യമായിരുന്നു. അവിടെ എനിക്ക് QR കോഡ് കാട്ടുമ്പോൾ വേണമല്ലോ. എവിടെ വെച്ചിക്കണക്കി ഇവരിലില്ല. എവിടെ വെച്ചോന്നറിയില്ല. ഒരു സ്ഥലം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്തില്ല. അപ്പം ഞാൻ സെക്കൻഡ് കീയാണ് എടുത്ത് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ ഇവിടെയാണ്. മൊബൈൽ ആവശ്യമല്ലേ, നന്നായി വന്നെടുത്തത്. പിന്നെ ഇവിടെ കീ ഉണ്ടാകുന്നുണ്ട് എക്സ്ട്രാ. അപ്പോൾ എക്സ്ട്രാ കീ എടുത്ത് പോവാം. ഇതിങ്ങനെ എമർജൻസി വേണ്ടി വെച്ചതാണ്. സംടൈംസ് എപ്പോൾ ഞാനുണ്ടോ കീ ചെക്ക് ചെയ്യോട്ടോ. ഞാൻ ഇപ്പോൾ വന്ന ഉടനെ ഇത് റബ്ബേ
ഈ ഇവിടെ അറിയാ പുതിയത് നമ്മൾ തപ്പുമ്പോൾ കിട്ടുന്ന വരില്ലേ ഇതാ ഈ ഷൂവിൻ്റെ അടിയിലാണ് എൻ്റെ ബൈക്ക് വണ്ടിയില്ലേ ഇതാണ് അവസ്ഥ. ഒരു കീ കിട്ടുമ്പോഴാണ് മറ്റേ കീ കിട്ടുന്നത്. ഞാൻ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന പിന്നാലെ ഞാൻ വെപ്രാലാവട്ടെ ഒന്നും എനിക്ക് തലക്ക് പോകുന്നില്ല. പക്ഷെ ഇന്നലെ പുറത്തായിരുന്നല്ലോ, ഉമ്മ ഇല്ലായിരുന്നല്ലോ കിട്ടിട്ട്. എന്നാൽ ശരി, ഞാൻ പോയിട്ട് നോക്കട്ടെ എന്താവുന്നുള്ളത്, തെരുവില്ലയോ എന്നുള്ളത്. വീട്ടിലെത്തിയട്ടാ എത്തി. അറിയില്ല എന്താവുന്നുള്ളത്. പക്ഷെ ഇത് നിങ്ങളതല്ലേ QR കോഡ്? അത് QR കോഡ് നിങ്ങൾ അല്ല, QR കോഡ് നിങ്ങളതല്ലേ? ഇത് QR കോഡ് നിങ്ങളതല്ലേ? ഇന്നലെ ഇത് ഈ QR കോഡ് മുന്നേ ನಾನು ಮೀನೆಡ್ತು ತಿನ್ನಲ್ಲ 31ಗೆ. ಇನ್ನಾಲ ಅದೇ ನನ್ನ ಮೂತಲ್ಲ ಸೇಮ್ ನೇಮು 4,500 ಕೊಟ್ಟರು ತಿನ್ನಲ್ಲ. ಇದು ನಿಮ್ಮದಲ್ಲ QR ಕೋಡ್? ಇದು ಸ್ವಲ್ಪ ಮಧ್ಯಾಹ್ನ ಅಲ್ಲ, ನಾನು ஒரு மெசேஜ் ಇರೋದಕ್ಕೆ ಒರುಪಿಟ್ರೆ ಅಲ್ಲಲ್ಲ ಕತ್ತಿ ಸೌದಾ ಅದಕ್ಕಿಲ್ಲ ನಾನು ಇಟ್ಟಿದ್ದಕ್ಕೆ ஒரு மெசேஜ் ಇರೋದಕ್ಕೆ ಒರುಪಿಟ್ರೆ ಅದಲ್ಲ ಅದನ್ನ ಸುಬೇಕು ಒಲಿಂಬು ಕೇಟಾರ ஒரு பிட்றார ಅಲ್ಲ ನಿಕ್ಕ ಇದೋಡೆ ಕಟ್ಟಿದ್ದು 11:55 ಅದಕ್ಕೆ ನಾವು ಮೆಸೇಜ್ ಇಡೋಗೈತೆ ಸಣ್ಣ ಕಿಟ್ಟು ಇಲ್ಲ ಆರಂಟು ಆಯ್ತು ಮೆಸೇಜ್ ಇಡೋಗೈತೆ ₹1 ಸಿಕ್ಕಿದಕ್ಕೆ ಮೆಸೇಜ್ ಹೇಳೈತೆ. താങ്ക്സ് അങ്ങനെ കിട്ടിട്ടോ. അങ്ങനെ തന്നു കേട്ടോ അവർ. ഞാൻ ₹1 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ₹1 ആഡ് ചെയ്തപ്പോൾ അവർ വിചാരിച്ചു ഞാൻ അത് ₹1 ഒരു മെസ്സേജ് ഇടാൻ വേണ്ടിയാണ് ഒരു ഈവനിങ് ടൈമുള്ളൂ. ഇതാരെ QR കോഡാണ് മിസ്സായിട്ട് 1500 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ₹1 ഇട്ടിട്ടാണ് ഞാൻ അതിൽ ആഡ് മെസ്സേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ₹1 വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു രാവിലെ നോക്കൂ, ഒരു 11 മണിൻ്റെ ടൈമിൽ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് അതിൽ. പിന്നെ അവർ പേയ്മെൻറ്റ് തന്നു. ഞാൻ വിചാരിച്ചു അത് പോയി എന്നാണ് വിചാരിച്ചു. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് അർന്ന് ചെയ്തതല്ലേ, അതിൻ്റെ സങ്കടം എത്ര ഉണ്ടാവുന്നു നമുക്ക് മനസ്സിലാവും. കഷ്ടപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവും, വെറുതെ കിട്ടുന്നതെന്നല്ലല്ലോ. ഫുഡും ಹಾಕಿದೆ ಇಕ್ಕಟ್ಟು. അപ്പോൾ ഞാൻ വെറുതെ ഫുഡ് കൊണ്ടുവന്നത്. ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കിക്കണമെന്ന്. ഞാൻ പക്ഷേ ഉമ്മക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കൊണ്ടുവന്നത്. കാരണം ഞാൻ പോയല്ലേ പുറത്തേക്ക്. ഓക്കെ, അവർക്ക് സാം ഇഷ്ടമാണ്. കറി എന്തുണ്ടു ചപ്പാത്തിക്ക്? യാറപ്പ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കണത്ര, വെറുതെ കൊണ്ടുവന്നത്. അത് പറഞ്ഞാലും മതിയായിരുന്നു. കറി മതിയാവൂലേ? അപ്പോൾ ചുമ കറി ഇടുന്നു. അപ്പോൾ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കി ഇവിടെ ചായയാണ്.
എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് എത്ര കഴിച്ചാലും നൂൽപുട്ട് എനിക്ക് മടുക്കൂല, അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ കറി ഒഴിച്ച് കൊടുക്കുന്നു. വാവ്, യം യം യം. എനിക്ക് കറി കൂടുതലാണ് കേട്ടോ. അയ്യവ കണ്ടില്ലേ, മസാലക്കറി തന്നാറ്. ഔത്തങ്ങൂല അല്ല മോള പിന്നെ ആരറ്റിക്കും. చెక్కాకారు బంద్ చేసినారు తన్నారు. నానిచ్చు తరాలంటూ పోయితే మనిషి ഗേറ്റ് ഉൾഗാവാ. ഗേറ്റ് ഉൾഗ. അപ്പം നമ്മൾ കാർ വന്നിട്ടോ ഇല്ല നോക്കി എന്തില്ല പ്രോബ്ലം എന്തില്ല. അപ്പോൾ കാർ നമ്മൾ ഗേറ്റിൻ്റെ ഹൗസിൻ്റെ ഉള്ളിൽ വയ്ക്കട്ടോ. കാർ വന്നിട്ടോ. അപ്പോൾ വന്നു. സംഭവം എന്താണെന്ന് പറയട്ടോ. എത്ര ടെൻഷൻ അടച്ചിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തവണ കാർ വന്നാൽ മതി. ഓറഞ്ച് കൊണ്ടുവരടാ, നിൽക്കടാ. അതിനിടയ്ക്ക് കുട്ടികളാണ് ഓറഞ്ച് കീരഞ്ചി എന്നൊക്കെ ആക്കിട്ടോ. ഓക്കെ, മൊബൈൽ തപ്പുമ്പോൾ കിട്ടുന്നില്ല. അവിടെ പാർക്കിംഗ് ചെയ്ത് പ്ലേസ് നോക്കണമെന്ന്. ഇന്ന് ഫുള്ള് വർക്കാണ് കേട്ടോ. എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് ഉറങ്ങിയാല. ഈവനിങ് എണീച്ചിട്ട് ചായ കുടിച്ചു. ഉമ്മാണെങ്കിൽ ബോറടിച്ചിരിക്കാൻ. ഉമ്മ ഇതവിടെ ഇരിക്കുക. ബോറടിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുക. ഉമ്മ പറഞ്ഞു ഉള്ളിൽ പുറത്ത് ഇരിക്കാൻ നമുക്ക് കുറച്ച് നേരം ബോറടിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ വന്നു. എനിക്ക് ബോറടിച്ചു വരിക. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്നുണ്ടല്ലോ, വർക്കും ഇല്ല. ഇപ്പോൾ വർങ്ങിച്ചതാണ്. അതിലൊരു മനസ്സിനൊരു സമാധാനം ഇല്ല എന്നെന്തോ ആ കാറിൻ്റെ ഇഷ്യൂ ആയ ശേഷം. അപ്പം നമ്മളെ ന്യൂ ഇയർക്ക് തന്നെ ഒരു വിശ്വാസ ദ്രോഹം നടന്നു അല്ല ഉമ്മ? എന്ത് ശരിയാ? ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നോ? എന്ത് ശരി പറഞ്ഞത്? ബോറാണ്. എന്ത് ബോറാണ്? പശുവാണ്. എന്ത് ബോറ്? നിനക്കൊരു ബോറില്ലല്ലമ്മ. വീട്ടിൻ്റെ ഉള്ളിൽ ബോറാണ് അല്ലേ? കുട്ടി പറയണ്ട, എല്ലാം പോസിറ്റീവായിരിക്കുക. ഓൾവേസ് ബി നെഗറ്റീവ് തിങ്കർ കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. ഐസ്ക്രീം ഇരിപ്പിക്കാൻ ഞാൻ ഭയങ്കര പിന്നിട്ടാണെന്ന്. എൻ്റെ എത്ര ചിലവ് ചെയ്യുന്ന ആൾക്കാർ ആരും ഉണ്ടാവില്ല. അതും ഫുഡ് തിന്നുന്ന കാര്യത്തിൽ. ഉമ്മ കലവമ്മ ഫുഡ് തിന്നുന്ന കാര്യത്തിൽ ഞാൻ സുബാനല്ല ചൊല്ലു. ഹോട്ടലിൽ തിന്നിപ്പിക്കലും എൻ്റെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ ഇത് രാജാവാണ്. ഇല്ലെങ്കിൽ ചിലവൊക്കെ ചുരുക്കും. എനിക്ക് ആരോടും ചോദിക്കാൻ ഇഷ്ടമല്ല, അതൊരു കാര്യം. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചിലവാക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യും. മറ്റൊരാളുടെ മുമ്പിൽ എൻ്റെ അടുത്തില്ല തരണത് അങ്ങനെ ചോദിക്കാൻ സ്വഭാവം എനിക്കൊന്നില്ല. ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര റിച്ചാണ്, നമ്മുടെ അടുത്ത് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിൽ പോയാൽ ഞാൻ അതാണ് പറഞ്ഞത്, 365 days എൻ്റെ ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ആൾക്കാർ എത്രയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന്, കാരണം ഒരു 400 റുപ്പീസിൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് 100 രൂപ കൂടുതലേ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. പിന്നെ എന്നെ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കളക്ഷൻസ് വരാം, ഒരുപാട് പൈസ ഇങ്ങനെ ചോദിക്കുക. അവർ വിചാരിച്ച് ഞാൻ വലിയൊരു ദുബായിൽ ഉണ്ടായതാണ്, സത്യമാണ്. പക്ഷേ എൻ്റെ അവസ്ഥ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. സോ ഞാൻ അവിടുന്ന് ഒരു ക്രോർ കണക്കിൽ പൈസ സ്വത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ അവസ്ഥ ഞാൻ അവിടെ റെൻറ്റ് ഹൗസിലുള്ളൂ. പക്ഷെ ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എനിക്കറിയില്ല. സംടൈംസ് ഉമ്മ പറയാറുണ്ട് ഈ കാര്യത്തിൽ. ഉമ്മ എന്തുമ്മ അൽമാരെല്ലാം കോട്ടിണ്ടിരിക്കുന്നേ, എൻ്റെ കാണുമ്പോൾ കോട്ടി വില കാണുന്നുണ്ട്. എന്ത് കോട്ടിയാണുള്ളത്? വീടും പോലും ലീസിലാണ് ഇരിക്കുന്നത്. നമുക്ക് നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ തിന്നാം, അത്ര തന്നെ ഉള്ളു. മറ്റൊരാളിൽ ആരെയും വലിക്കാതെ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വലിച്ചിട്ട് തിന്നിട്ട് നമ്മൾക്ക് എന്ത് നേടാനുള്ളത്? ഈ ആൾക്കാർ ഇങ്ങനെ ഒരാളുടെ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, ഉള്ളട്ടെ അവർ അധ്വാനിച്ച ക്യാഷല്ലേ, അതിരിക്കട്ടെ അവരുടെ തന്നെ, അത് നമുക്ക് തരണം എന്നുള്ളൊരു വാശ എന്താണ്? അപ്പം ഐസ്ക്രീം ഏൽപ്പിച്ചിട്ടോ, ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്നത് ഐസ്ക്രീം ആരാണറിയോ? നമ്മളെ ഇഷ്യൂ ആണ്. അപ്പം ഇഷ്യൂ ഈ ഐസ്ക്രീമാണ് കൊണ്ടുവന്നത് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഐസ്ക്രീമാണ് ഇത്, ഈ സംഭവം കേട്ടോ. ഇത് ഭയങ്കര സ്വീറ്റാണ്, ഇഷ്യൂക്ക് ഇഷ്ടമായിരിക്കും. ഊണൊന്നുമില്ല, ഉമ്മ തയ്യാറും പറഞ്ഞിട്ടുണ്ട്. ഇഷ്യൂ മൊയ്സ് കൊടുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ സത്യം. എനിക്ക് അത്ര ഇഷ്ടമില്ല ഐസ്ക്രീം, പക്ഷെ കഴിക്കും. തന്നല്ലേ, ഇതാണ് കേട്ടോ. എന്ത് ഉമ്മ പാട്ടുണ്ടോ? ഇത് ഐസ്ക്രീം അല്ലേ വീട്ടിൽ തന്നെ? അപ്പോൾ കാറിൻ്റെ ഇഷ്യൂ ചോദിച്ചിരുന്നു. ഞാൻ ഐസ്ക്രീം കഴിച്ച് പറയാം കേട്ടോ. ഇത് കൊണ്ടല്ലോ നമ്മൾ ഇത്രയൊക്കെ ടെൻഷനായത്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അതായത് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിലാണ് ആദ്യമൊക്കെ കാറൊക്കെ പഠിച്ചിട്ടുണ്ടായത്. വാങ്ങിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്നവർക്ക് മനസ്സിലാവായിരിക്കും. ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കാര്യം എന്താണെന്ന് പറയാം. കഴിക്കട്ടെ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കാണുന്ന പോലെ അല്ല ഐസ്ക്രീം. കഴിച്ചിട്ട് ഞാൻ ഉള്ളിൽ ഇരുന്ന് പറയാം എന്താണ് സംഭവം. അപ്പോൾ രണ്ടാളും മുഖം കാണാൻ മനസ്സിലാവില്ല എത്രയൊക്കെ ടെൻഷൻ എടുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ എത്ര മണി? 3 മണിയായി. 3 മണി. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അതായത് നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടതാണ്. അപ്പോൾ അത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് നമുക്കത് ഡ്രൈവിംഗ് റോഡിലൊക്കെ കൊണ്ടുപോകണം അത്ര കോൺഫിഡൻസ് അല്ല, ഒരു പേടി പോലെയാണ്, സ്റ്റെയർ പോലെ ഉണ്ട്. അപ്പോൾ ഞാനും ഉമ്മ രണ്ടാളായിട്ടാണ്. നമുക്ക് വെച്ചാൽ 2 വർഷം മുമ്പാണ് നമുക്ക് മാനുവൽ ഗാഡിയിലല്ല പ്രാക്ടീസ് ഇല്ല, മാനുവൽ വണ്ടിയിലാണ്, അതായത് ഗിയറുള്ള വണ്ടിയിലാണ് നമ്മൾ പ്രാക്ടീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പ്രാവശ്യം നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിയിലാണ് ഇത് പ്രാക്ടീസ് വേണ്ടത്. നമ്മളെ വീട്ടിൽ നമ്മൾ പഠിക്കാം. അല്ല, അതിന് മുമ്പ് നമ്മൾ വേറെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയപ്പോൾ അവിടുന്ന് നമുക്ക് അവരുടെ വണ്ടിയിൽ നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഓട്ടുന്നുണ്ട്. പിന്നെ അവരോടുള്ളൊരു കൺട്രോളുണ്ടല്ലോ, അത് വെച്ച് നമ്മളതായ ഒരു കോൺഫിഡൻസ് വരൂലല്ലോ. അപ്പം നമ്മളെ വണ്ടിയിൽ നിങ്ങൾ പഠിപ്പിക്കുമെന്നൊക്കെ ഫസ്റ്റ് പോയ ഡ്രൈവിംഗ് ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർ ഇല്ല, ആ റിസ്ക് അവർ എടുക്കാൻ റെഡിയല്ല. നമ്മളെ വണ്ടിയിൽ പഠിപ്പിക്കാൻ അവർ റെഡിയല്ലായിരുന്നു. അതിന് ശേഷം നമ്മൾ എന്താക്കി, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോയില്ലേ, ആ ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളെ വണ്ടിയിൽ നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പറഞ്ഞു ഞങ്ങളെ വണ്ടിയിൽ പഠിപ്പിക്കാൻ പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടോ ഇല്ലയെന്ന് എൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് എനിക്ക് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ പോയപ്പോൾ എല്ലാ വണ്ടി ഞാൻ ഓട്ടി കാണിച്ചു, എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടോ. അപ്പോൾ പറഞ്ഞു ഓക്കെ സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്, നെക്സ്റ്റ് ഡേയ്സ് മുതൽ നിങ്ങളെ വണ്ടി ആയിട്ട് കൊണ്ടുപോകാം, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ മാത്രമല്ല കേട്ടോ, ഉമ്മ ഉണ്ട്. കാരണം ഉമ്മാൻ്റെ വണ്ടിയല്ലേ, ഇപ്പം എൻ്റെ മാത്രം ഡിപ്പെൻഡ് ആയിട്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലും ഒരാൾ ഡ്രൈവർ മസ്റ്റായിട്ട് ഇപ്പോൾ ആവണം. പക്ഷെ ഉമ്മാക്ക് എൻ്റെ കാണ്ടി കോൺഫിഡൻസ് ഉമ്മാക്കാണ്, എനിക്ക് അത്ര ഒരു കോൺഫിഡൻ്റ് ഒന്നുമില്ല. ഉമ്മാക്ക് എൻ്റെ കാണ്ടി കൂടുതലാണ് കോൺഫിഡൻറ്റ്. അപ്പോൾ നമ്മൾ രണ്ടാൾ കാർ ഡ്രൈവിങ്ങിൻ്റെ അവിടെ പോയി ആ കാർ വെച്ചു. ഞാൻ വിചാരിച്ചത് ഇപ്പം നമ്മൾ ഒരുപാട് റീൽസൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഉമ്മയോട് പറഞ്ഞത് എന്താ അറിയോ,
2-3 ദിവസത്തേക്ക് മാത്രം അവിടെ വണ്ടി വയ്ക്കുള്ളൂ. കാരണം അവർ രാവിലെ ഒരു ഉച്ചയ്ക്ക് 1 മണിന്നോ ഇല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഇല്ലെങ്കിൽ 2 മണിക്കൂറോ നമ്മൾ ലോങ് കൂട്ടി പോകും. ലോങ് കൂട്ടിയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കുള്ള പേടിയുള്ളത് മാറും. റൈറ്റ് ഇൻഡിക്കേറ്റർ എങ്ങനെ ഇടുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എങ്ങനെ ഇടുക. പിന്നെ നമുക്കിങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴല്ലേ സ്കെയറൊക്കെ മാറുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഉമ്മാനെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ അവിടെ ഡ്രൈവിംഗ് അവിടെ പോയിട്ട് കാർ പാർക്ക് ചെയ്തു. അതിന് ശേഷം എന്താണ് ശേഷം എന്താ പറഞ്ഞത്, അവർക്ക് കീ വാങ്ങി. അതിന് ശേഷം എന്താക്കിയോ അരമണിക്കൂർ അല്ല, ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീ വേണം, അപ്പൊ ഇവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ വിശ്വസിച്ച് ഞങ്ങൾ കീ കൊടുത്തു. അതായത് എന്താ വെച്ചാൽ നമ്മൾ കീ വാങ്ങി. കീ വാങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു അത് നമുക്ക് ആകെ ഫസ്റ്റ് ഡേ 30 മിനിറ്റ്സ് മാത്രം പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ എന്താക്കി കീ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞില്ല കീ നിങ്ങളുടെ കയ്യിൽ വേണ്ട, കാരണം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി മാറ്റിക്കൊണ്ടേ ഇരിക്കണം. കാരണം വേറെ വണ്ടികളൊക്കെ ഇവിടെ വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അത് നമ്മളെ സ്ഥലമല്ല, അവരുടെ സ്ഥലമല്ല, വേറെ ആൾക്കാരൊരു സ്ഥലത്തിലാണ് അവർ വയ്ക്കുന്നത് പാർക്കിംഗ്. അപ്പോൾ അതിനൊരു വാല്യുവബിൾ റീസൺ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റിലാണ് ആ കീ കൊടുത്തിട്ട് നമ്മൾ 4 ഡേയ്സ് അല്ലേ പോയെ. 4 ഡേയ്സ് കംപ്ലീറ്റ് ഞങ്ങൾ പോയിട്ടുണ്ട്. 4 ഡേയ്സ് പോയി വിശ്വാസം കൊണ്ടാണ് 4 ഡേയ്സിൽ നമ്മൾ പോയ ശേഷം 1 ഡേ എന്താക്കിയാലും ഗ്രൗണ്ടിൽ മാത്രം ഒരു അരമണിക്കൂർ, ഉമ്മാക്ക് ഒരു 15 മിനിറ്റ്സ് എനിക്കൊരു 15 മിനിറ്റ്സ്, അരമണിക്കൂർ പഠിപ്പിച്ചു. 19-20 ലക്ഷത്തിന്റെ കാറല്ലേ, നമുക്ക് അത്ര വാല്യുവബിൾ അല്ലത്. അപ്പോൾ പഠിപ്പിച്ചു. പിന്നെ പാർക്കിൽ വെച്ചു. നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ ചെയ്തു. കാരണം നമ്മളെ വീട്ടിലിപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാൾ ഡ്രൈവർ ആയേ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മൾക്ക് ഒരു 2 മണിക്കൂർ ഒരാൾ ഡ്രൈവർ വെച്ച് പോകണമെങ്കിൽ 1000 റുപ്പീസ് കൊടുക്കണം. നമ്മളെ കാറ് പെട്രോൾ വഹിക്കുന്ന ഞങ്ങൾ പിന്നെ വീണ്ടും ഒരു 2 മണിക്കൂർക്ക് ഡ്രൈവർക്ക് 1000 കൊടുക്കാന്ന് പറയുമ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നമുക്ക് വണ്ടി എടുത്താൽ നമ്മളത് നഷ്ടത്തിലാവരുത്, നമുക്കത് യൂസ് ആവണം. പിന്നെ വീണ്ടും ഇതൊക്കെ ലോൺ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലോണൊക്കെ പേ ചെയ്തിട്ട് ഇത് വണ്ടിക്ക് തന്നെ എക്സ്പെൻസസ് 30,000 ഇല്ലെങ്കിൽ മന്ത്ലി ഇത്ര പോവാന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു സങ്കടമായ കാര്യമാണ്. അത്ര ഇൻകമുള്ള ആൾക്കാരൊന്നും നമ്മളല്ലല്ലോ. കാരണം നമ്മൾ വണ്ടി എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് വാങ്ങിയത്. അതവിടെ ഇക്കട്ടെ. പിന്നെ ഉമ്മ എന്താക്കി, ഞാനും ഉമ്മ നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ്, ബാലസലല്ലേ, തേഴ്സ്ഡേ ആണ്. ഞാനും ഉമ്മ ഫോൺ ഞാൻ മെസ്സേജ് അയച്ചു ഇന്ന് ക്ലാസ് ഉണ്ടോയെന്ന്. അപ്പം ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര മടിയായിരുന്നു, കുറച്ച് മൂഡ് സ്വിംഗ് ഒക്കെ ആയ ദിവസമായിരുന്നു. ഓക്കെ, ഞാൻ മൈൻഡ് ആക്കിയില്ല, നെക്സ്റ്റ് ഡേ പോവാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വ്യാഴാഴ്ച രാത്രി ഇന്നലെ രാത്രി സെക്കൻഡ് വ്യാഴാഴ്ച പകല് വെള്ളിയാഴ്ച രാത്രി ഇന്നലെ കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി എൻ്റെ അനിയൻ പെട്ടെന്ന് എന്നെ ഫോൺ വിളിക്കുന്നു. വണ്ടി എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി എവിടെ, നമ്മളെ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ പാർക്കിലുണ്ടോ? ഇല്ല, വണ്ടി കാസർഗോഡിലുണ്ടെന്ന് പറഞ്ഞു. വണ്ടിൻ്റെ കീ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടിൻ്റെ കീ ഡ്രൈവറിൻ്റെ അടുത്തുണ്ടോ. എന്തിനാ ഡ്രൈവറിൻ്റെ അടുത്ത് കൊടുത്തു, നിങ്ങൾക്ക് എന്താ? അങ്ങനെ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്നും വേണ്ട ഉമ്മാനെ വിളിക്കാതെ ചീത്തയില്ല. കാരണം അവനക്ക് ടെൻഷനാണ്, അവനല്ലേ കഷ്ടപ്പെട്ട് വാങ്ങിയ സാധനമാണ്, ഉമ്മയുടെ വാശയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പം ഇയാളിങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുമെന്ന് നമുക്കറിയില്ലല്ലേ. ഇയാൾ എന്താക്കിക്കണം, ഇന്നാലെ വൈകുന്നേരം നമ്മളോട് ആരോട് പറയാതെ ഇയാൾ നേരെ കാസർഗോഡ് വണ്ടി ഇട്ട് പോയിക്കണം. അപ്പോൾ ഇവനക്ക് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ GPS ഇട്ടിട്ടാണ്. അപ്പോൾ ഇവൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വണ്ടിയിൽ GPS ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെ പോകും എവിടെ വരും എല്ലാം എനിക്ക് മനസ്സിലാവും, എന്നോട് പറയാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാരണം അവർ ആണെങ്കിലും നമ്മളെ വീട്ടിൽ നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ വാങ്ങിത്തരും. പക്ഷെ അവർ നമ്മളെ കൺട്രോൾ ചെയ്യും. പുറമെ കാണുന്ന പോലെ അല്ല ലൈഫ്. നമുക്ക് എന്ത് തന്നാലും അതിനെ അവർ ചോദ്യം ചെയ്യും. അതിനെ നമ്മളിപ്പോൾ അനാവശ്യ പൈസ ചിലവാക്കിയാലും അതും ചോദിക്കും, എന്ത് ചെയ്തു, ഇത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലേ, എന്താക്കി, എല്ലാ കണക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ അവരെ കൺട്രോളിലാണ്. പക്ഷെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇവർ ബിന്ദാസ് ചിലവാണെന്ന് പറയട്ടെ. സോ ഒരുപാട് ആൾക്കാർ വിചാരിക്കും ഇവരെ നമ്മളിപ്പോൾ ഫാമിലി ദുബായിലെന്ന് വിചാരിച്ചപ്പോൾ ഉടനെ നമ്മൾ ഡ്രൈവിംഗ് ചാർജ് ആവട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ വലിച്ചിട്ടാണ് പൈസ ഇങ്ങനെ വലിക്കുന്നതാണ്. കാരണം നമ്മൾ ദുബായിൽ നിന്നൊക്കെ നമ്മളെ വീട്ടിലത്തെ ആണുങ്ങൾ ദുബായിൽ നിന്നൊക്കെ പൈസത്തിന് മരത്തിന് ഇങ്ങനെ ചിക്കിട്ട് കൊണ്ടുവരില്ലേ ക്യാഷ്, അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇടുന്ന വിചാരം അവരൊക്കെ. ഈ ദുബായിലുള്ള ആൾക്കാർക്കറിയാം എത്രമാത്രം കഷ്ടമുണ്ടെന്ന്. നാട്ടിലാണെങ്കിൽ അത് ചോദിക്കുന്നതിന് ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, ഇൻ കേസ് അവനക്ക് ജോലി ഇരിക്കട്ടെ, അവൻ എത്രയോ സമ്പാദിക്കട്ടെ, അത് അവൻ്റെ കുടുംബം നോക്കാണ്. നാട്ടുകാർക്ക് മൊത്തം ദാനം ചെയ്യണമെന്നല്ലല്ലോ. അത് പോട്ടെ, അതൊരു കാര്യമാണ്. അപ്പം ഇയാൾ കാസർഗോഡിലാണ് ഉള്ളത്.
പിന്നെ ഞാൻ ഇയാൾ തിരിച്ചു വരുന്നു. ഇയാൾക്ക് 2-3 മെസ്സേജ് ഇട്ടു. ഞാൻ അവൻ അയച്ച എനിക്ക് സ്ക്രീൻ റെക്കോർഡ് അയച്ചു തന്നു ആ വണ്ടി പോകുന്ന പ്ലേസിൻ്റെ ഒക്കെ. GPS അവിടെ ചെയ്തുകൊണ്ടായിരുന്നു, മീൻസ് GPS ലൊക്കേഷൻ കാണിച്ചുകൊണ്ടായിരുന്നു. ഇവൻ ആ ഒരു GPS-ൻ്റെ ആ ലൊക്കേഷൻ എടുത്തിട്ട് അതിനെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എനിക്ക് അയച്ചു പറഞ്ഞ് നീ അയാൾക്ക് അയച്ചു പറയും വണ്ടി എവിടെ ഉണ്ടോയെന്ന്. പിന്നെ ഞാൻ അയച്ചിട്ട് പെട്ടെന്ന് ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി എന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അയാൾക്ക് ഇനി ആ വണ്ടി തിരിച്ചു വരൂല എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ വണ്ടി തിരിച്ചു വരുന്നവരെ ഞാൻ പറഞ്ഞു ആ GPS-ൻ്റെ ഐഡിയും ലോഗിൻ ഐഡിയും പാസ്വേഡ് എനിക്ക് ഞാൻ ഇവിടെ നോക്കിക്കോല വണ്ടി എന്താവെന്ന് പറയട്ടെ. അങ്ങനെ പിന്നെ എനിക്കിവിടെ അതിൻ്റെ ആപ്പും ക്രോസ് ലിങ്ക് ആപ്പും പിന്നെ അതിൻ്റെ ലോഗിൻ ഐഡിയും പാസ്വേഡ് എനിക്ക് തന്നു. ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് വണ്ടി വന്ന് 3 മണിക്കാണ് വണ്ടി വന്നിട്ട് നമ്മൾ പാർക്കിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൽ പറഞ്ഞിട്ട് പോയിട്ട് നമുക്ക് ആ വണ്ടി പറഞ്ഞിട്ട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സങ്കടം ഇല്ലായിരുന്നു അല്ലേ അമ്മ? നമ്മൾ ഓക്കെ കൊടുക്കാം, അയാൾ നല്ല കാര്യത്തിലല്ലേ പോകുന്നേ എന്നുള്ളൊരു വിചാരമായിരുന്നു. പക്ഷെ അയാൾ പറയാതെ നമ്മളെ വിശ്വാസം ഇപ്പം ആരും കീ കൊടുക്കൂലല്ലോ. ഇപ്പം നമ്മൾ ചെറിയ വണ്ടി വാങ്ങിയാൽ പോലും, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയാൽ പോലും ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ ഭയങ്കര മടിപ്പാണ്. ഇത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. ഒരു വണ്ടിക്ക് കൂട്ടി പോകണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യം ഉണ്ട് റെൻറ്റിക്ക് ഒരു വണ്ടി കൂട്ടി പോകുന്നെങ്കിൽ എത്ര നമ്മളെ കയ്യിൽ നിന്ന് റെൻറ്റ് വാങ്ങിയുണ്ടായത് ആൾക്കാർ? ഇവിടുന്ന് ഒരു 20-30 കിലോമീറ്ററേ ഉള്ളൂ. 500 അല്ല, ഇവിടുന്ന് നമ്മൾ പുത്തൂർക്ക് ഈശ്വരങ്ങളിൽ പോകുമ്പോൾ എത്ര വാങ്ങി? 4,500 ഒരു ദിവസം കല്യാണത്തിന് നമുക്ക് 4,500 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇവിടുന്ന് ഞാൻ മംഗളാപുരം ഉണ്ട് 17 കിലോമീറ്റർ. ഫ്രീ ബസ്സാണ് ഡിയേഴ്സ്, 0 പൈസ കൊടുത്ത് ഫ്രീ ബസ്സാണ് നമുക്കുള്ളത്. അത്യാവശ്യം ഈവനിങ് ടൈമിലൊക്കെ ബസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാർക്കൊക്കെ 500 കൊടുത്ത് വരാം. കുട്ടികളായിട്ട് ബസ്സിൽ പോകണമെന്ന് പറ്റൂലല്ലോ. അങ്ങനെ 500 ആയിട്ട് 1000 അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് നമ്മൾ എന്താ പറയുക ഈ വണ്ടിക്കൂലി തന്നെ, വണ്ടി ചാർജ് തന്നെ കുട്ടികളായിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മന്ത്ലി 15,000 to 17,000 ഒക്കെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു ഇത്രയ്ക്ക് നിങ്ങൾക്ക് ചിലവ് വരാറുണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ തന്നെ വണ്ടി വാങ്ങാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ വണ്ടി വാങ്ങിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇയറിൽ ഞാൻ ഈ കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 day to 365 days വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഇത് മാത്രമാണ്. കാരണം നമ്മൾക്ക് എത്ര ആളും ഒരു പെണ്ണുങ്ങളെന്ന് പറഞ്ഞ് പറ്റിക്കാൻ വരും, വഞ്ചിക്കാൻ വരും, വിശ്വാസവഞ്ചന ചെയ്യും. ഇതൊരുപാട് നടക്കുന്ന കാരണം ഇന്ന് ഈ ഇയർ 2ാമത്തെ ദിവസം തന്നെ വിശ്വാസവഞ്ചന ചെയ്ത ഒരു ഉസ്താദായി പോയി. വെള്ളം തൊട്ട് നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഒരിക്കലും ഉമ്മനോട് പറഞ്ഞറിയോ ഉസ്താദ് അങ്ങനെ ചെയ്യൂലോ ഉമ്മ. അപ്പൊ ഉമ്മ എന്താ പറയുന്നത്? ഉമ്മ എന്നെ കേൾക്കുക എന്തമ്മ? നമ്മളെ ഇതെങ്കിലും വിശ്വസിക്കാം, ഉസ്താദിനെ വിശ്വസിക്കാൻ പാടില്ല. സത്യമായിട്ട് ഞാൻ പറഞ്ഞു ഉമ്മ ഉസ്താദാണ് ഒന്നും പറയരുത്, ഉസ്താദിന് കീ കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഈ കീ ഇത് ആരതോ അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർ കീയാ എൻ്റെ കയ്യിൽ ഈ കീ തന്നാൽ ഞാനിത് മിസ്യൂസ് ചെയ്യാൻ റെഡിയല്ല. കാരണം അവർ നമ്മളൊരു വിശ്വാസം വെച്ചിട്ടാണ് തരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു സാധനം നമ്മളെ കയ്യിൽ വയ്ക്കാൻ തന്നാൽ അത് നമ്മളതല്ല, അത് അവർക്ക് കൊടുക്കാനുള്ളത്, തിരിച്ചു കൊടുക്കാനുള്ളത്. അതിന് എന്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം, നിർബന്ധമായിട്ട് ചോദിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഏതാണെങ്കിലും ഞാൻ പറഞ്ഞു ആരെങ്കിലും വിശ്വസിക്കുക, ഉസ്താദ്മാരെ വിശ്വസിക്കരുത്, ഞാൻ അവരെ നമ്പിക്ക ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും ട്രസ്റ്റ് ചെയ്യട്ടെ, എല്ലാ കാര്യത്തിലും എല്ലാവരും ട്രസ്റ്റാണ്. അവർ പാവാണ്, ഇവർ പാവാണ്. അത് പാഠം പഠിക്കുമ്പോഴാണ് പറയും. ഇമ്മ ഒരുപാട് എൻ്റെ അടുത്ത് പറയാനുണ്ട്. അത് പറയും നല്ലതിന് എനിക്ക് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കുമായിരിക്കും. ഉമ്മ എന്നോട് എപ്പോഴും പിടിച്ചിട്ടാണ് പറയുന്നത്. ആ സമയത്തൊക്കെ ഞാൻ ഉമ്മ എപ്പോഴും നീ നെഗറ്റീവ് തിങ്ക് ചെയ്യാണ്. ഈ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നീ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ആ വണ്ടിക്ക് കീ കൊടുക്കൂലായിരുന്നു. നിനക്കതിൻ്റെ വാല്യൂ അറിയാത്തത് കൊണ്ടാണ് നീ അവർ കീ കൊടുത്തതെന്ന്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി. കാരണം സത്യമാണ് പറയുന്നത്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു സ്കൂട്ടി ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സ്കൂട്ടിയാണ്. എനിക്കിപ്പോൾ ആർക്ക് കൊടുക്കണമെങ്കിൽ എൻ്റെ കണ്ണ് കുറച്ച് ഇതാവും. അവർ ചോദിക്കുമ്പോൾ അവരെവിടെയെങ്കിലും ഇടിച്ചു വരും, അവരെന്തെങ്കിലും അങ്ങനെ ആക്കും എന്നുള്ളൊരു പേടിയുണ്ടാവും. കാരണം നമുക്ക് അതിനറിയാം കഷ്ടപ്പെട്ട് വാങ്ങുന്നത്. അപ്പോൾ ഇത് വണ്ടി നമ്മൾക്ക് അത്യാവശ്യം പഠിക്കാനായിരുന്ന ആ ഒരു കാരണത്തിൽ ഉസ്താദായത് കൊണ്ട് ഞാൻ വിശ്വസിച്ച് കൊടുത്തതാണ്. ഉസ്താദൊക്കെ മരങ്ങൾ ചെയ്യൂല, എന്തുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കുന്നുള്ളത്. പിന്നെ കൂടുതലായിട്ട് പേടിച്ചത് എന്താണെന്നറിയോ? അത് നമ്മൾ കാറ് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ അണിയൻ പറഞ്ഞു ഉമ്മാൻ്റെ പേരിലാണുള്ളത്. ഇപ്പോൾ ഒരുപാട് ഇല്ലീഗൽ നടക്കുന്നുണ്ട്. അത് ഇതൊക്കെ കൊണ്ടുപോകാൻ ഇൻകേസ് എന്തെങ്കിലും ഇല്ലീഗൽ കാര്യത്തിൽ ഇവർ യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും വണ്ടി വിട്ടു പോയാൽ പിന്നെ ഉമ്മ ജയിലൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഒരു സമയത്ത്. അതൊക്കെ
മിക്ക ആൾക്കാർ ഉമ്മാൻ്റെ ഫാമിലിയൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പറ്റിയ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി ലൈഫിൽ ഞാൻ പറയും നാല് വണ്ടി പാർക്ക് ചെയ്ത ശേഷം 4 വണ്ടി വരട്ടെ നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വയ്ക്കാം. ഇനി പഠിക്കുന്നേ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധി വന്നിട്ടില്ല, ഇപ്പൊ ഇനി വരുന്ന ബുദ്ധിയുണ്ട്. ഞാൻ എല്ലാവരും വിശ്വസിച്ചു ഉമ്മ അവർക്ക് ചോദിക്കുന്നുണ്ട് കൊടുക്കും. ഉമ്മ കൊടുക്കാൻ റെഡിയല്ല ആയാലും ഞാൻ കൺവിൻസ് ചെയ്യണം ഉമ്മ കൊടുക്കുമ്മ ഒന്നാവുമല്ലോ, അത് റോങ് ഡ്രൈവ് പോയാൽ നല്ലതാണ് അങ്ങനെ പറഞ്ഞിട്ടാണ്. ഇത് നമ്മൾ വണ്ടി കൊടുത്താൽ നമ്മൾ തന്നെ പെട്രോൾ, അത് പക്ഷേ പെട്രോളൊക്കെ വഹിക്കാൻ അറിയാമല്ലോ, ഇപ്പൊ വണ്ടി ഉള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു മിസ്യൂസ് ആരും ചെയ്യാൻ പാടില്ല. ഇപ്പൊ പെണ്ണുങ്ങളാണുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പെണ്ണുങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു വണ്ടി വാങ്ങിയാലും മൊബൈൽ വാങ്ങിയാലും ക്യാമറ വാങ്ങിയാലും വീട് വെച്ചാലും എല്ലാം നമ്മൾ മാത്രം മുമ്പിലുള്ളൂ. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ വീട്ടിലത്തെ ആണുങ്ങളാണ്. അവർ ദുബായിക്കൊക്കെ അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇവിടെ അയച്ചു തരുന്നത്. അങ്ങനെയല്ല, പെണ്ണുങ്ങളെ പൈസ അറിയാം, പെണ്ണുങ്ങളെ പൈസ വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പാടില്ല. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്വത്ത് അവർ ഒപ്പിക വേണം. എന്ത് സ്വത്ത് നമ്മൾ അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മളെ പെർമിഷൻ ചോദിച്ചിട്ടില്ല. അതാണ് എനിക്ക് സങ്കടമായ. എനിക്ക് അനിയൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ, നീ എന്താ വണ്ടി കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നോ? അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അനിയൻ അവിടെ കാമായേനെ. മീൻസ് ഞാൻ പറഞ്ഞാലോ ഞാൻ എന്തും ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന വിചാരം വേണ്ടത്. അപ്പൊ ഇത് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഷോക്കായി, എന്താടാ നീ പറയുന്നേ, കാസർഗോഡിലോ? ഇല്ലടാ ഇവിടെയാണുള്ളത്. അപ്പോഴാണ് ഞാൻ GPS നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായ കാര്യമാണ്. ഉമ്മാണെങ്കിൽ ടെൻഷൻ എടുത്ത് പറഞ്ഞു, കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് എത്ര വർഷത്തിൽ എത്ര കൊല്ലാണ്. എന്താ നമ്മളിപ്പോ ഡോങ്കി അങ്ങനത്തെ ഒന്നും ചെയ്യൂല, നമ്മൾ ഏതുണ്ടെങ്കിലും സത്യമാണ്. നമ്മൾ ചീറ്റ് ചെയ്യൂല, നമ്മളെല്ലാം സ്ട്രൈറ്റ് ഫോർവേഡാണ്. എന്തുണ്ടെങ്കിലും ശരിക്കും വായി തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. മനസ്സിൽ വെച്ച് നടക്കൂല, ആർക്കും ചീറ്റ് ചെയ്യൂല, മറ്റൊരു ആൾക്കാരോട് ഒന്നും എക്സ്പെക്ടേഷൻ ചെയ്യാറില്ല. നമ്മളെ കയ്യിൽ എന്താണ് പറ്റും അത് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റൊരാൾക്കാരെ കണ്ടിട്ട് നമ്മൾ അവരെ പോലെ ആവണം പോലും അങ്ങനും ചിന്തിക്കുന്നില്ല. ഞങ്ങളായിട്ട് ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളാകുമ്പോഴാണ് ലൈഫിൽ ഒരു നെഗറ്റീവ്, ഒരു ബ്ലാക്ക് മാർക്ക് എന്നല്ല, ഒരു നെഗറ്റീവ് പോലെ ആവുന്നത് നമ്മുടെ ലൈഫ്. എന്താ നമുക്ക് തന്നെ ഇങ്ങനെ ആവുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ കൊടുത്തത് എന്താണെങ്കിൽ നമ്മളെ വിശ്വാസം കൊണ്ട് ഒരു മൊയ്തല്ലേ, ഉസ്താദല്ലേ, അങ്ങനെ ഒന്നും ചെയ്യാതെ നോക്കുമ്പോ ഇത് ബാക്കിയുള്ളവരൊന്നും ചെയ്യൂല. ഇപ്പൊ സത്യം എന്താ ആരും ഉസ്താദ്മാരെ വിശ്വസിക്കണം എന്നുള്ളൊരു ഉദാഹരണമാണ്. അയാൾക്കറിയില്ല, നമ്മൾക്ക് ഇങ്ങനെ പടപട പറയുന്ന സംസാരിക്കുന്ന ആൾക്കാരൊന്നും അറിയില്ല. അയാൾക്ക് അറിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യൂലായിരുന്നു. മേ ബി അയാൾ ചെയ്തത് വലിയൊരു തെറ്റാണ് കേട്ടോ. കാരണം വണ്ടി നമ്മളെ കൈ കിട്ടി. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും വീട് വിട്ട് പോകണമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളത്. ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്താല് എന്റെ കൊണ്ടുപോകും. എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് ഇല്ലീഗൽ ബിസിനസ് ഒക്കെ നടത്തുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആരും കൊടുക്കാറില്ല ഡ്രസ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും വണ്ടി കൊടുക്കും, അങ്ങനെ പുതിയ വണ്ടി വാങ്ങിയിട്ട് ആരും കൊടുക്കാറില്ല. എല്ലാവരും ആഗ്രഹം കൊണ്ട് വാങ്ങുന്നതാണ്. ഒരു കുട്ടിനെ പോലൊക്കെ വണ്ടി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെയാണ് രണ്ടുമ്പോൾ നമ്മളെ കാട്ടി കൂടുതൽ സ്നേഹം ആ വണ്ടിക്കാണ്. അതിന് കവർ ഇടുക, അതിനെ ടേക്ക് കെയർ ചെയ്യുക, അതിന് നോക്കുക, അതിനെന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ വാഷ് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ടേക്ക് കെയർ മുമ്പ് ചെയ്യുന്നുണ്ട്. അതിനൊരു പൈസ കാര്യങ്ങൾ അതൊന്നും നോക്കാറില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വണ്ടി പ്രിയർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലാവും ഒരു വണ്ടീൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ ആവുന്നു. ഇൻ കേസ് ഇപ്പോൾ നോക്കി അതേ വണ്ടി നമ്മൾ വേറെ സ്ഥലത്തിൽ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഒരുപാട് റെൻറ്റ് പോയിട്ടുണ്ട്. ഒരു കല്യാണത്തിന് സത്യം പറഞ്ഞാൽ ഒരു കല്യാണത്തിന് പോകുന്നെങ്കിൽ 1000 രൂപ റെൻറ്റ് ആവുന്ന ഒരു വാടക എല്ലാം ഉള്ള ഒരു വണ്ടി നമ്മൾ ചെയ്തു പോയാൽ അവർ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നത് 4000 5000 നമുക്ക് അവർ പറയുന്ന 4000 5000 രൂപയാണ് റെൻറ്റ് എടുക്കുന്നത്. അതല്ലാതെ നമ്മൾ ഇതേപോലെ മാംഗ്ലൂർ പോയപ്പോൾ 2000, അതെന്താ നമുക്ക് 3000 ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ ഷോക്കാവല്ലോ. അതിനെന്താ പറയുക 2999 എന്ന് പറയും. അപ്പോൾ എന്താ 1 രൂപ കുറവല്ല. 3000 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 3000 രൂപ. ഇവർ വിചാരിച്ചത് നമ്മൾ പൊട്ടന്മാരാണെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പൊട്ടന്മാരാണല്ല, അവർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും. ഇവരിങ്ങനത്തെ ആൾക്കാരാണല്ലോ. നെക്സ്റ്റ് ടൈം അവരെ നമ്മൾ വിളിക്കാറില്ല, അവരെ നമ്മൾ കുറച്ച് അകത്തിനിരുത്തും. ഇവർ നമ്മളെ കയ്യിൽ നിന്ന് ഇവർ എക്സ്പെക്ടേഷൻ ചെയ്ത് വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും.
ഞാൻ എല്ലാവരോടും പറയുന്നത് എത്ര നമ്മൾ അവരുടെ ഉദ്ദേശിച്ചത് എന്താ ദുബായിൽ പോയെങ്കിൽ ഭാരി ടൂറി മരത്തിന്റെ ഇല ചിക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ഒരു കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഒരു നേരം ഭക്ഷണം ഇങ്ങനെ കഴിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് അവർ സത്യം പറയല്ലേ ഇവിടെ നാട്ടിലിരുന്നിട്ട് നമ്മൾ സുഖമായിട്ട് 5 നേരം ഫുഡ് 5 നേരമല്ല 6 നേരം നമ്മൾ ഫുഡ് ഇവിടെ സുഖമായിട്ടാണ് കഴിക്കുന്നത്. ദുബായിലുള്ള ആൾക്കാർ ഒരു വണ്ടി വാങ്ങാണ്, ഒരു വീട് വയ്ക്കാണ്, എല്ലാം ഓരോരോ കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് എങ്ങനെയാണ് അറിയോ? 2 നേരം ഫുഡ് കഴിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ഡ്രസ്സ് പോലെ നമ്മളിപ്പോൾ ആവശ്യം അധികം നമ്മൾ ഡ്രസ്സ് ഇടാറുണ്ടോ നാട്ടിലുള്ള ആൾക്കാർ? പെരുന്നാൾക്ക് ആവശ്യത്തിന് അധികം ഡ്രസ്സ് വാങ്ങാറുണ്ടോ? ബാഗ് വേണോ, ഷൂ വേണോ, എന്തൊക്കെയോ നമ്മൾ ഇവിടെ വാങ്ങാറുണ്ടോ? അപ്പം നമ്മൾ വാങ്ങുന്നത് അവരെ കൊണ്ടിട്ടാണ്.